നമസ്കാരം. ബുർഖയും ഹിജാബും നിഖാബും അത് ധരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ബ്ലാക്ക് ലിസ്റ്റ് പെട്ടു. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തെ സ്ഥിതിയല്ല ഈ പറയുന്നത്, ലോകമെമ്പാടും ഇതാണ് അവസ്ഥ. അറേബ്യൻ കൺട്രീസിലോ അവിടെയും മാറ്റങ്ങളാണ്. ഞാൻ ദുബായിലേക്കും പോകുന്ന സമയത്ത്, അബുദാബിയിലേക്കും പോകുന്ന സമയത്ത് ദുബായ് ഷെയ്ഖ് മക്തൂം അവരുടെ മക്കൾ പോലും പാൻറ്റും ഷർട്ടും ഇട്ടിട്ടാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിമാരിൽ ഒരാൾ ഫ്രാൻസിൽ വെച്ച് പാരീസിൽ നടന്നു പോകുന്നൊരു ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പാൻറ്റ് 3 പീസ് സൂട്ടൊക്കെ ധരിച്ചിട്ടാണ് പോകുന്നത്. അപ്പം അവിടെയും മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഒന്നിനും നിർബന്ധമൊന്നുമില്ല അവിടെ. ഈ ചാക്കുമൂടി പ്രസ്ഥാനത്തിന് അവിടെ നിർബന്ധമില്ല. ഇന്നിപ്പോൾ സ്ഥിതി എന്താണെന്നറിയാമോ? ലോകത്തിൽ ഈ ഒരു ഡ്രസ്സിങ് അറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും ചിഹ്നമായി കഴിഞ്ഞു. പലയിടത്തും നിരോധനമാണ്. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് ഏകദേശം സമ്പൂർണ്ണമായിട്ടുണ്ട് നിരോധനം. ഇപ്പോൾ സ്പെയിനിലതിപ്പോൾ നിയമമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ആ നിയമത്തെ ഉല്ലംഘിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പിഴയും കെട്ടേണ്ടി വരും. ഇന്ത്യക്കാരാണെങ്കിൽ പിന്നെ വല്ല കടലിലും ചാടി ചാവുക നല്ലത്. സ്പെയിനിൽ കടലുണ്ടോയെന്ന് അറിയില്ല, അല്ലെങ്കിൽ പിന്നെ ട്രെയിൻ ഉണ്ടാവുമല്ലോ അല്ലേ, അല്ലെങ്കിൽ കെട്ടി തൂങ്ങാലോ. 30 ലക്ഷം രൂപയാണ് പിഴ. 30 ലക്ഷം രൂപയും 4 വർഷം തടവും. 4 വർഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലെ ഒരു 4 കൊലപാതകവും 4 ബലാത്സംഗവും നടത്തിയ ഒരാൾ. അപ്പോൾ ഓരോ കൊലപാതകത്തിനും 20 വർഷം വെച്ച് 80 വർഷം, ഓരോ ബലാത്സംഗത്തിനും 10 വർഷം വെച്ച്, അപ്പോൾ 40, അപ്പോൾ 8 120 വർഷം തടവ് ശിക്ഷ. എന്നിട്ട് പറയും എല്ലാം കൂടി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. ദാറ്റ് മീൻസ് 20 വർഷം ജയിലിൽ കിടന്നാൽ മതി. ആ 20 വർഷത്തിനകത്താണ് കൺകറൻറ്റ്, അത് ഇത് ഗാന്ധി ജയന്തി മറ്റെന്ന് പറഞ്ഞ് ഒരു 5-8 വർഷം കഴിയുമ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യും. പക്ഷേ വിദേശത്ത് 4 വർഷം എന്ന് പറഞ്ഞാൽ 365 ഇൻറ്റു 4 അവിടുത്തെ 4. മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞാൽ അവർ പൂച്ചക്കുട്ടിയെ പിടിച്ച് പുറത്തിടുന്നവരാണ് പുറത്തിടുകയും ചെയ്യും. എവിടേക്കാ ചെന്നിട്ട് നാട്ടിലേക്ക് പോകണം പറഞ്ഞിട്ട്. സ്പെയിനിൽ ഒരു ദ്വീപ സമൂഹമുണ്ട്, ബലേറിക് എന്ന് പറയും. വളരെ പ്രശസ്തമാണ് അതവിടെ. സ്പെയിനിൽ പോയവർ യൂറോപ്പിൽ ആ തീരം കാണാത്ത ആരും ഉണ്ടാവില്ല. ഇന്ത്യയിൽ വരുന്ന സമയത്ത് നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്ന പോലെയാണ് സ്പെയിനിൽ ഈ ബലേറിക് ദ്വീപുകൾ. അവിടെയാണ് അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി എല്ലാവരും കൂടിയിട്ടാണ് ഈ ഹിജാബ്, നിഖാബ്, ബുർക്ക അതിൻ്റെ നിരോധനവും അത് സംബന്ധിയായിട്ടുള്ള വകുപ്പുകളും കൂടുതൽ തീക്ഷണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ, ഒന്ന്, ഈ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ആ വസ്ത്രത്തിനകത്തുള്ള ചരക്ക് അത് ആണാണോ പെണ്ണാണോ എന്നറിയില്ല. ഇവർ എന്തൊക്കെയാണ് അതിനകത്ത് കൊണ്ടുനടക്കുക. ഒരു 5-6 ബോംബ് വരെ കൊണ്ടുനടക്കാം. അതുപോലെ നമ്മൾ പാൻറ്റ് ഷർട്ട് ഇടുന്ന സമയത്ത് ഒരു പേന കുത്തിയാൽ ആ പേന മുളച്ചു നിൽക്കും. ഇതൊരു അപ്പിക്കുപ്പായമല്ലേ. നമ്മുടെ ജാമിദ ടീച്ചർ പറയണ പോലെ അറേബ്യയിലെ സ്ത്രീകൾ പണ്ട് കക്കൂസയിലിരിക്കുന്നത് അവർക്ക് ഇന്നത്തെ പോലെ സ്വർണം കൊണ്ടുള്ള എന്താ കക്കൂസൊന്നും ഇല്ലല്ലോ. ആ എന്തായാലും പറയാം, മരുഭൂമിയിൽ ചെന്നിരിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പം മരുഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഉത്തരേന്ത്യയിലേക്കും പണ്ടുണ്ടായിരുന്ന പോലെ. അപ്പോൾ ഈ കുപ്പായം അവരെന്ത് ചെയ്യും, ഒന്ന് മേലോട്ട് ഉയർത്തിയിട്ട് ഭൂമി താഴ്ത്തിരിക്കുമ്പോൾ ഇത് ചുറ്റും ഇങ്ങനെ നമ്മുടെ കഥകളിക്കാരുടെ ഡ്രസ്സ് പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിനകത്ത് പരിപാടി ഒപ്പിക്കാം. അതുകൊണ്ട് അതിൻ്റെ പേര് അപ്പിക്കുപ്പായം എന്നാണ് പേര്. അത് ജാമിദ ടീച്ചർ പറഞ്ഞ അറിവാണ് കേട്ടോ എൻ്റെ അപ്പിക്കുപ്പായം. എന്നാണെങ്കിൽ പോലും അവർ പറയുന്നത് ഇങ്ങനെ ചാക്ക് മൂടി നടത്താൻ വേണ്ടിയിട്ട് സ്ത്രീകളെ നിർബന്ധിക്കുന്നത് അതൊരു തരം താഴ്ത്തലാണ്, സ്ത്രീത്വത്തെ അപമാനിക്കലാണ്. ഏതോ കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യം വെച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ
അതിനിപ്പോൾ ഏതായാലും ഞങ്ങളുടെ രാജ്യത്തിൽ അതിന് അതിന് ഇടമില്ല, അത്തരം കാര്യങ്ങൾക്ക് ഇടമില്ല. യൂറോപ്പ് മൊത്തം പടർന്നിരിക്കുകയാണ്. ഇതങ്ങനെ ഇടാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. വീടിനകത്ത് മതങ്ങൾ മുഴുവൻ വീടിനകത്ത്, അല്ലെങ്കിൽ മതകേന്ദ്രങ്ങൾക്കകത്ത്. ചൈനയിലെ അണ്ടർഗ്രൗണ്ടിലാണ്, പുറത്ത് കാണാൻ പാടില്ല. കുരിശും അത് മറ്റേ ഇതൊന്നും പുറത്ത് കാണാൻ പാടില്ല. അവിടെ പോയി നിരോധിക്കേണ്ട ആവശ്യമില്ല. മറ്റേ അവിടെ പോയിട്ട് ഈ വേഷം കെട്ടി നടന്നു കഴിഞ്ഞാൽ, ചാക്ക് മൂടി നടന്നു കഴിഞ്ഞാൽ പിടിക്കും അവർ. പൊതുസ്ഥലങ്ങളിൽ ബുർക്കയും നിഖാബും ഹിജാബും അങ്ങനെയുള്ള ഈ ചാക്ക് മൂടി പരിപാടി പൂർണ്ണമായിട്ട് നിരോധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സ്പെയിനിൽ ഇപ്പോൾ അത് തുടങ്ങിയിട്ട് ഇവിടെ ഫ്രാൻസിൽ എവിടേക്കും ഉണ്ട്. ഇത് നേരത്തെ നിയമമുണ്ട്. നിയമം അതിനെ ഉല്ലംഘിച്ച് നടക്കുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള മുഖാവരണം. ഇത് മാത്രമല്ല, മാസ്ക് ധരിച്ച് നടക്കുക. ബൈക്ക് ഓടിക്കുമ്പോൾ മാസ്ക് ധരിക്കണം. ഈ മാസ്കും വെച്ച് സ്വർണ്ണക്കടയിൽ കയറി കഴിഞ്ഞാൽ അവർ പിടിച്ച് പുറത്താക്കും. കാരണം ഇവൻ ആരാണെന്ന് അറിയില്ലല്ലോ, തല മൂടി കഴിഞ്ഞാൽ അറിയില്ലല്ലോ, ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ലല്ലോ. ആയതുകൊണ്ട് 25,000 പൗണ്ടാണ് പെടാത്ത, ഏകദേശം 30 ലക്ഷത്തിൻ്റെ അടുത്തെത്തും. അവിടെയുള്ള ഒരു വോക്സ് പാർട്ടിയുണ്ട്, വോക്സ് പാർട്ടി, പീപ്പിൾസ് പാർട്ടി, അവിടുത്തെ വലിയ പാർട്ടികളാണ് മറ്റേ സ്പെയിനിലെ. അവർ കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. കൊച്ചുകുട്ടികളായിട്ടുള്ള ആളുകൾ, അവർ സ്ത്രീകൾ, അവരേക്കും അബലകളെന്ന് പറയുമല്ലോ. കൊച്ചുകുട്ടികൾ ബലമില്ലാത്തവരാണ്, ഹൈ എന്ന് പറഞ്ഞാൽ അവൻ പേടിക്കും. ഇതുപോലെ സ്ത്രീകളെയും പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു എൻ്റെ മനസ്സിൽ ഊറി വന്നൊരു കാര്യമുണ്ട്, നല്ല രസമാണ് കേട്ടോ. ഞാൻ മണ്ണാർക്കാട് താമസിക്കുമ്പോൾ അവിടെ ജബ്ബാർ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. എന്നെ കണ്ടു ഞാൻ വളരെ സ്നേഹം. ഞങ്ങൾ നടക്കാനിറങ്ങും. പിന്നെ ഞങ്ങൾ എല്ലാ കാര്യത്തിനും ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഹോട്ടലിൽ പോയിട്ട് മസാല ദോശ ഇങ്ങനെയൊക്കെയും ഞങ്ങൾ കഴിക്കാറൊക്കെ ഉണ്ട് ആൾ. അദ്ദേഹം പറയും, എൻ്റെ ഒപ്പം വരുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഗൾഫിലാണ്, എൻ്റെ ഒപ്പം വരുന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ കയറുന്നുണ്ടെങ്കിൽ പൈസ ഞാൻ കൊടുക്കും. ഓക്കെ, എന്നാൽ അങ്ങനെ ആവട്ടെ. അങ്ങനെ അദ്ദേഹം വിവാഹം കഴിച്ച സ്ത്രീ, ആ സ്ത്രീയെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, അപ്പോൾ ഒരിക്കൽ ഞാൻ അവരെ കണ്ടു. അപ്പോൾ എന്നെ കണ്ട ഉടനെ അവർ വലിച്ചിട്ടു. അപ്പോൾ വന്നവന്, സ്വാമി ഒന്നും തോന്നരുത് കേട്ടോ, ഞാൻ ഒരു പാവപ്പെട്ട അനാഥ ആയിട്ടുള്ളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് എന്ന് വെച്ചിട്ടാണ് അനാഥാലയത്തിൽ നിന്ന് യത്തീംഖാന, ഞാനത് ഓർമ്മിക്കുകയായിരുന്നു, യത്തീംഖാന എന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. നല്ല പെൺകുട്ടിയാണത്രേ, ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാമിജി, ദൈവം സൗന്ദര്യം കൊടുത്തത് ആ സൗന്ദര്യം സ്വയം ആസ്വദിക്കാനും മറ്റുള്ളവരും. എനിക്കൊരു ഇതുണ്ടായത്, എൻ്റെ ഭാര്യ, ഞാൻ അത്ര വലിയ സുന്ദരനൊന്നുമല്ല, എൻ്റെ ഒരു പൈസയുണ്ട്, എനിക്ക് പൈസ വേണ്ട, സുന്ദരിയായിട്ടൊരു സ്ത്രീ, എൻ്റെ മക്കളും അവരുടെ സുന്ദരന്മാരും സുന്ദരികളായിരിക്കണം. അങ്ങനെയാണ് ഇതിനെ കൊണ്ടുവന്നത്. ഇതാണെങ്കിൽ പാദസരം, കൈമ നിറയെ വളകൾ, ചെയ്യൻ, ഇതെല്ലാം ഉണ്ട്, വേണ്ടത്രയുണ്ട്. കാഞ്ചീപുരം പട്ടുസാരി, അവർക്ക് ഇഷ്ടമുള്ള സാരിയുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഈ ചാക്കൊണ്ടൊരു മൂടും. എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നതെന്ന് അറിയില്ല. മാത്രമല്ല, എപ്പോഴും ഇവിടെ ആ സിസ്റ്റം, ഇവരുടെ അമ്മയ്ക്കോ പെങ്ങൾക്കൊന്നും ആ സിസ്റ്റം ഇല്ല. എന്നും കല്യാണം കഴിച്ചാൽ വീട്ടിലേക്ക് പോവും, വന്ന ഒരാഴ്ച കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവും. ആ കാര്യം ഈ കാര്യം പറഞ്ഞ് എന്തിനുമായി ഡൈവോഴ്സായിപ്പോയി. അങ്ങനെ വേറൊരു വിവാഹം കഴിച്ചു. അങ്ങനെ തമാശയും കാര്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. രണ്ടാമത് വിവാഹം കഴിച്ച കുട്ടിക്ക് ഈ ബുർക്ക, ഹിജാബ്, നിഖാബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കരി വരും. അവർക്ക് പൈജാമ, എന്നിട്ട് ചുരിദാറും മറ്റുള്ള കാര്യങ്ങൾ അവർ ധരിക്കുള്ളൂ. അപ്പം ഇങ്ങനെ പറയത്രേ, മുമ്പുണ്ടായിരുന്ന ഒന്ന് ആശാൻ്റെ നെഞ്ചത്ത് ഇപ്പോൾ കളരിക്ക് പുറത്തായില്ലേ, നീ വല്ലപ്പോഴും എന്നാൽ ബുർക്കയോ ഹിജാബൊക്കെ ഇട്ട് നടക്കിട്ട് എന്ന് പറയത്രേ. എനിവേ, ഇത് അനാവശ്യമായിട്ടുള്ളൊരു ചിഹ്നത്തിൻ്റെ ഉപയോഗമാണ്. ഞാൻ ആരാണെന്നറിയാമോ? പണ്ടൊന്നും ഇതുണ്ടായിരുന്നില്ല. പ്രേം നസീർ അയോധ്യ സിനിമയുടെ ഷൂട്ടിങ്ങിന് അവിടെ വന്നിരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, ആ ചാത്തിയത്ത് കുടുംബത്തിലാണ് ഷൂട്ടിംഗ് നടത്തിയ 2-3 വർഷം മുമ്പ് ബിൽഡിങ് പൊളിച്ചു കളഞ്ഞത്. അവിടെ ഇത് നടക്കുന്ന സമയത്ത് അതിലെ മണിയേട്ടൻ എന്ന് പറഞ്ഞ ആൾ, അവിടുത്തെ കാരണവർ, അദ്ദേഹം അവിടെ ഈ ലൊക്കേഷൻ നോക്കുമ്പോൾ മാഷോട് പറഞ്ഞു, മാഷേ, ഈ സിനിമയിലൊരു ജോനോൻ അഭിനയിക്കേണ്ടല്ലേ, ജോനോൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെയാണ് പറഞ്ഞത് കേട്ടോ, ഒരു ജോനകൻ അഭിനയിക്കേണ്ടതല്ലേ ഉണ്ടല്ലോ,
അയാളെ വീടിൻ്റെ അകത്തേക്ക് കയറ്റണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അയാളെ വീടിൻ്റെ അകത്തേക്ക് കയറ്റണ്ട. ഇല്ല ഇല്ല, അത് വീടിൻ്റെ അകത്തല്ല, അതൊക്കെയും വേറെ സ്ഥലത്താണ് ഷൂട്ട് ചെയ്യുള്ളൂ, വീടിൻ്റെ മുൻഭാഗം മാത്രം, ഇവിടെ അവർ വന്നോട്ടെ, അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം വന്നു. കെയർ വിജയുണ്ട്, റാണിചന്ദ്രയുണ്ട്, രാഘവൻ സാറുണ്ട്, എല്ലാവരും ഉണ്ട്, നസീർ സാറുണ്ട്. നസീർ സാർ വന്ന് ആ തിണ്ണയം എങ്ങനെയിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം വടിയും കുത്തിപ്പിടിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളാണോ ആ ജോനോൻകുട്ടി? പറഞ്ഞു, അതേ. എഴുന്നേറ്റ് ആണ്. നസീറിൻ്റെ സ്വഭാവം അറിയാമല്ലോ. അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്ന ആളല്ല. ആണ്. ദേ ഇങ്ങടെ അകത്തേക്ക് കയറിയിരുന്നോളോ. അപ്പോൾ മാഷ് പറഞ്ഞു, അല്ല ജോനാൻ, സൂര്യൻ ഉദിച്ച് വരണ പോലെയല്ലേ, ഞാനിങ്ങനെയൊന്നല്ല നിരീക്ഷിച്ചത്, ഇങ്ങോട്ട് കയറി വരിക. നസീറിനെ വിളിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ടേ. ഷൂട്ടിങ് നടക്കുകയാണ് അവിടെ. അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെല്ലാവരും എടാ പോടാതെ വിളിക്കുള്ളൂ. വടിയും കൊണ്ടുവരുന്ന അവിടുത്തെ 35-40 വയസ്സുള്ള ആൾക്കാർ വരെ തല്ലുന്ന പ്രകൃതമാണ് ഈ മണിയേട്ടനുള്ളത്. അകത്ത് പോയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് നസീർ പുറത്തു വന്നിട്ട് ഇറങ്ങിയിട്ട് പറയുക, ഞാനൊരു പുതിയ ലോകമാണ് കണ്ടതെന്ന്. അവരാ പഴയകാല അറിവിൻ്റെ സൗന്ദര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടാണ് ആ ജോനോനെ വീട്ടിനകത്തേക്ക് കയറ്റണ്ടെന്ന് പറഞ്ഞത്? അന്നത്തെ കാലഘട്ടത്തിനുണ്ട് ചില തലയെക്കെട്ടും പച്ച ബെൽറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്ന്. അപ്പോൾ അതാണ് മനസ്സിൽ കണ്ടത്. ഇങ്ങനെയൊരു ദേവതുല്യനായിട്ടുള്ള ഒരാളൊന്നും അദ്ദേഹം മനസ്സിൽ കണ്ടില്ല. അപ്പോൾ ഈ മനസ്സിലിരിപ്പ് ഇതുപോലെ ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ വീട്ടിലുള്ള അപരാധിത്തരങ്ങളും, അതുകൊണ്ട് ആ മുദ്ര കാണുമ്പോൾ തന്നെ പറയും അതെ മറിയുക എന്ന് പറയുന്നൊരവസ്ഥ. ആ മുദ്ര കാണുമ്പോഴേ വെറുപ്പ്. ഇവിടെ നമ്മൾ കേരളത്തിൽ പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നസീറിൻ്റെ കാര്യം പറഞ്ഞ പോലെ പണ്ടൊന്നും ഇങ്ങനെയുള്ള വേഷം കിട്ടണമെന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴില്ല. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക, അദ്ദേഹത്തിൻ്റെ ഭാര്യ എപ്പോഴും ചാക്കിട്ട് മുടി ഇറക്കണം കണ്ടിട്ടുണ്ടോ? പ്രേം നസീറിൻ്റെ മക്കൾ ലൈല മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവരാരെങ്കിലും ചാക്കിട്ട് മുടി ഇറക്കണം കണ്ടിട്ടുണ്ടോ? തലയിൽ മുണ്ടിടും. ഈ അകൃതങ്ങളായിട്ട് വേഷം ധരിക്കുന്നവരല്ല അവർ. അപ്പോൾ എന്തായാലും ഇവിടെ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ഒരു തരം ഒരു പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ധരിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ മുറി കിട്ടില്ല, ഇങ്ങനെ ധരിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ മദ്യപ്പുഴയിൽ നിന്ന് മദ്യം കുടിക്കാൻ പറ്റില്ല, ഇങ്ങനെ ധരിച്ചില്ലെങ്കിൽ അവിടെയുള്ള വലിയ വീട് എത്ര 4 കിലോമീറ്റർ എത്ര ഒരു റൂമിൻ്റെ വീതി. നമ്മുടെ മരിച്ചുപോയ സലീംക പറയുന്നുണ്ടായിരുന്നു, 4 കിലോമീറ്ററോ ഇത് നടന്ന് തൂറാൻ വേണ്ടിയിട്ടാണോ എന്നങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടു. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പുറയിലൊരു നിർബന്ധമുണ്ട്. അവരിതാണ് പറയുന്നത്, കൊച്ചുകുട്ടികളും മറ്റുള്ള സ്ത്രീകളെ ഒരർത്ഥത്തിൽ ഈ മുഖാവരണം നിർബന്ധിച്ച് ധരിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക്, ധരിക്കുന്നവർക്ക് മാത്രമല്ല ധരിപ്പിക്കുന്നവർക്കും വ്യവസ്ഥ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്, പിഴയുടെയും അകത്ത് കിടക്കുന്നതിൻ്റെയും. വിദേശികളായിട്ടുള്ള വ്യക്തികൾ, പുറത്തുനിന്ന് വരുന്ന വ്യക്തികളാണ് ഈ നിയമം ലംഘിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ശിക്ഷയും ആ പിഴയും പിന്നെ പൂച്ചക്കുട്ടിയെ പിടിച്ച് പുറത്തിടണവരെ പുറത്തിടുകയും ചെയ്യും. ഇതൊക്കെ ആ ബില്ലിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് മനുഷ്യനായിട്ട് ജീവിക്കുക. ഈ ലോകത്തിൽ ചില കീഴ്വഴക്കങ്ങളുണ്ട്. എന്നിട്ട് ഞാൻ കോണം മാത്രം എടുത്ത് ജീവിക്കുള്ളൂ പറഞ്ഞാൽ അതും തെറ്റ്. ചില മര്യാദകളുണ്ട്, അത് എഴുതി വയ്ക്കപ്പെടാത്ത മര്യാദകളാണ്. നാണം മറയ്ക്കുക. അതിന് പകരം 21 നൂറ്റാണ്ടിൽ ഉണ്ടായ സംഭവങ്ങൾ, അത് 21-22 നൂറ്റാണ്ടിൽ ഇത്തരം ഇത് ആചാരമാണെന്നും സംസ്കാരമാണെന്നും ഇതൊക്കെയും പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഏതായാലും ഞങ്ങളെ കിട്ടൂല. സ്പെയിൻ അതാണ് പറയുന്നത്. ഇവിടെ യൂറോപ്പിൽ മിക്ക രാജ്യങ്ങളും ഇതിനെ നിരോധിച്ചിരിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന തീവ്രവാദങ്ങൾ, ഭീഷണമായിട്ടുള്ള മറ്റുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സോഴ്സ് ഈ സമൂഹമാണ് എന്നുള്ളൊരു ബോധം ലോകത്തിൽ പരന്നിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. മറ്റുള്ളവരത് നടത്തുന്നില്ല എന്നല്ല, പക്ഷെ അങ്ങനൊരു ബോധമല്ല. ഹിന്ദുക്കളൊക്കെ ഭീകരന്മാരെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? യുദ്ധം നടത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ കൺട്രീസ് എല്ലാം ക്രിസ്ത്യൻ കൺട്രീസ് അല്ലേ?
അവരെയും ഒരു ക്രിസ്ത്യൻ ഭീകരന്മാരെന്ന് പറയില്ല, പക്ഷേ ഇവരുടെ ഒപ്പം ചാർത്തി കൊടുത്തു കഴിഞ്ഞു മുസ്ലിം ഭീകരത. ആയതുകൊണ്ട് തന്നെ നിലവിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഒഴികെ എല്ലായിടത്തും നിരോധിച്ച അവസ്ഥയാണ്. പ്രത്യേകിച്ചും നമ്മളുടെ യൂറോപ്പ്, അതുപോലെ തന്നെ ആഫ്രിക്ക, അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ. മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിൽ അറേബ്യയിൽ ഷാർജ കുടുംബത്തിലെ ഒരു രാജകുമാരി, അവർ വലിയ എഴുത്തുകാരിയാണ്, വലിയ വിദ്യാസമ്പന്നയാണ്. ഷാർജയ്ക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ട്. അവർ സാമ്പത്തികമായിട്ട് വലിയ വളർച്ചയിലും സാംസ്കാരികമായിട്ട് അവരാണ് മേലെ. അവരിവിടെ, ഞാൻ താമസിക്കുന്ന വെല്ലൂർ, അവിടെ ഒരു സുവർണ്ണ ക്ഷേത്രമുണ്ട്. അവരവിടെ വന്നിട്ടുണ്ട്, അവരവിടെ തൊഴുതിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ നോക്കുക, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാമറൂണിൽ ഈ ചാക്ക് മൂടി പരിപാടി പറ്റില്ല. ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഗാബൺ, സെനഗൽ, ടുണീഷ്യ, സാംബിയ, ഇവിടെയൊന്നും ഈ അപ്പിക്കുപ്പായം പറ്റില്ല. ഏഷ്യ ഭൂഖണ്ഡം എടുക്കുമ്പോൾ ചൈനയിൽ അവിടെ ഒരു ദിവസം അപ്പിക്കുപ്പായ ഇടുള്ളൂ, രണ്ടാമത്തെ ദിവസം ആളുണ്ടാവില്ല അവിടെ. അതങ്ങനെ. കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ശ്രീലങ്ക, താജിക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇവിടെ നിരോധനമുണ്ട്. മാന്യമായിട്ടാകാം, നമ്മൾ തലയെ കൂടെ നമ്മളിങ്ങനെ ഒരു മുണ്ടിട്ട് ഇറക്കുക, ഓക്കെ. ഇതിപ്പോൾ അതല്ല, കംപ്ലീറ്റ് മൂടി എന്നിട്ട് കണ്ണു മാത്രം. ഞാൻ ഒരിക്കൽ ചെന്നൈ എയർപോർട്ടിലിരിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ആക്കുമൂടികളവിടെ വന്നിരുന്നു. അപ്പോൾ അപ്പുറത്തുള്ള കുട്ടി, ഞാൻ മൂന്നാമത്തെ സീറ്റിൽ, അവർ ഒന്നാമത്തെ സീറ്റിലാണ് ഈ ചാക്കുമൂടികളിരിക്കുന്നത്. രണ്ടാമത്തെ സീറ്റിലിരിക്കുന്നതിൽ കുട്ടി അമ്മയുടെ തോളത്ത് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക പേടിച്ചിട്ട്. എന്നിട്ട് അമ്മയോട് പറയാം, മമ്മി 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 ഗോസ്റ്റ്സ് എവിടെ പ്രേതങ്ങളിരിക്കണമെന്ന്. ആലോചിച്ച് നോക്കണം. യൂറോപ്പിൽ ഓസ്ട്രിയ, ബെൽജിയം, ബൾഗേറിയ, ഡെൻമാർക്ക്, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, പോർച്ചുഗൽ, ലാത്വിയ ഇവിടെ എല്ലായിടത്തും ക്ലോസ് ആക്കിയിട്ടുണ്ട്. അവിടെയും അപ്പി പറ്റില്ല എന്നർത്ഥം, അപ്പിക്കുപ്പായം പറ്റില്ല എന്നർത്ഥം. ഇതൊക്കെയും വിദേശത്തെ കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഇന്ത്യയിൽ പിന്നെ എന്തുമാകാം എന്ന് കരുതിയെങ്കിൽ തെറ്റ്. മുഖം മൂടിയിട്ട് ഹിജാബ്, നിക്കാബ്, ബുർക്ക, മാസ്ക്, പിന്നെ ഹെൽമെറ്റ് ഒന്നും വെച്ച് കടകളിൽ കയറാൻ പാടില്ല എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഊരി വെച്ചിട്ട്. കാരണം അവിടെ പലയിടത്തായിട്ട് സംഭവിച്ചൊരു കാര്യമുണ്ട്. അതായത് ഒരു സ്വർണ്ണക്കടയിൽ 2 സ്ത്രീകൾ കയറി ചെന്നു ഈ ചാക്ക് മൂടിയിട്ട്. സ്വർണ്ണങ്ങളൊക്കെ നിരത്തി വെച്ചു. സത്യത്തിൽ അതിലൊരെണ്ണം പെണ്ണും ഒരെണ്ണം ആണുമായിരുന്നു കേട്ടോ. പെണ്ണാണ് സംസാരിക്കുന്നത്. ചാക്കിട്ട് മൂടിയവരുടെ 2 പെണ്ണാന്ന് ധരിച്ചു. സ്വർണ്ണമൊക്കെ നിരത്തി വെച്ചു. 10-15 പവൻ സ്വർണം നിരത്തി വെച്ചു. ഈ സമയത്ത് അവരുടെ കയ്യിലുള്ള എന്തോ ഒരു സാധനം വെച്ചാൽ അവർ 2-3 സെയിൽസ്മാൻമാരുണ്ടായിരുന്നു. അവരെ മുഖത്തേക്ക് ചീറ്റി അവർ ബോധം കെട്ട് വീണു. ഈ സ്വർണം മുഴുവൻ വാരിയെടുത്ത് അവർ പോയി. അന്ന് മുതൽ ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഇവർക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ്. ചാക്കു മൂടിക്കൊണ്ടുള്ള പ്രവേശനങ്ങളില്ല. ബീഹാറിലെ സ്വർണ്ണക്കടകളിൽ അവിടെയുള്ള മോഷണത്തെ തടയാൻ വേണ്ടിയിട്ട് ഇത്തരം രീതിയിലുള്ള തട്ടിപ്പുകൾ തടയാൻ വേണ്ടിയിട്ടാണ് പുതിയ ഒരു നിയമം അവിടെ ഏർപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇപ്രകാരം ബീഹാറിലാണ്, പാറ്റ്നയിലാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. ബീഹാറിലെ സ്വർണ്ണക്കടകളിൽ, അതുപോലെ തന്നെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, വെള്ളിക്കടകളടക്കമുള്ള, എന്തിനേറെ പലചരക്ക് പീടികകളിൽ വരെ. തുണിക്കടയിൽ ഈ വസ്ത്രവും ധരിച്ചിട്ട് ടൺ കണക്കിന് തുണി അവിടെ കൊണ്ട് പൂത്തി വെച്ചിട്ട് പുറത്തു വരുന്ന ആൾക്കാരുണ്ട്.
പാൻറ്റോ സാരിയോ അതല്ലെങ്കിൽ നമ്മളുടെ ചുരിദാറോ ധരിച്ചു കഴിഞ്ഞാൽ ടൺ കണക്കിന് കൊണ്ട് പൂത്തി വയ്ക്കാൻ പറ്റുമോ? അപ്പം അതിന് പറ്റിയൊരു സാധനമാണ് ഈ അപ്പിക്കുപ്പായം. എന്നിട്ട് അതും മുണ്ടുമുക്ക അതിനകത്ത് കയറ്റി വയ്ക്കുക. അത് ആണാണോ പെണ്ണാണെന്ന് പോലും അറിയില്ല. ഇത് പലയിടത്തും സംഭവിച്ചതുകൊണ്ട് എന്തായി, സ്വർണ്ണക്കടകളിലും മറ്റേത് പെർഫ്യൂം കടകളിലും അതുപോലെ തന്നെ വെള്ളി വിൽക്കുന്ന കടകളിൽ, ആഭരണ കടകളിൽ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റിലെല്ലായിടത്തും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് എല്ലാം പുറത്ത് വെച്ചിട്ട് അകത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെയുള്ള സ്വർണ്ണക്കടകളിലോ ഇത്തരം ഉപഭോക്താക്കൾക്ക് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മോഷണങ്ങളും കവർച്ചകളും തടയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ ജ്വല്ലേഴ്സ് ആൻഡ് ഗോൾഡ് ഫെഡറേഷൻ നൽകിയ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനൊരു തീരുമാനം. വളരെയധികം കടുപ്പത്തോടുകൂടി മുമ്പ് ഉണ്ടായിരുന്നതാണ്. അതൊക്കെ വളരെ വ്യക്തിപരമായിട്ട് അവിടെ പ്രവേശനമില്ലാന്ന് എഴുതി വയ്ക്കും. ഇതിപ്പോൾ നിയമമായിട്ട് വന്നിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായിട്ട് ഈ നിയമം പ്രാബല്യത്തിലായിട്ട് വന്നിരിക്കുകയാണ് ജനുവരി 8 തീയതി മുതൽ. ഹിജാബും പാടില്ല, നിക്കാബും പാടില്ല, ബുർക്കയും പാടില്ല, ഒരു കോണപ്പും പാടില്ല എന്നർത്ഥം. അങ്ങനെ മാസ്കുകളൊന്നും ഉപയോഗിച്ചുകൊണ്ട് അവിടെ കയറാൻ അവർ അനുവദിക്കില്ല എന്നുള്ളതാണ്. അവിടേക്ക് നോ എൻട്രി പോസ്റ്റുകൾ വെച്ചിരിക്കുകയാണ്. ഈ നടപടിയെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ ജാതിയുടെ അടിസ്ഥാനത്തിലോ കാണരുതെന്ന് സമസ്തിപൂർ MP ശ്യാംഭവി ചൗധരി പറയുകയുണ്ടായി. ഇത് കേവലം സുരക്ഷാ മുൻകരുതൽ മാത്രമാണെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. പാറ്റ്നയിൽ, മുസാഫർപൂർ, ദർഭംഗ തുടങ്ങിയ നഗരങ്ങളിലെ കടകൾക്ക് മുന്നിൽ ഇതിനകം നിറച്ച് നോ എൻട്രി എന്നിട്ട് ഈ ബുർക്ക കാണിച്ചിരിക്കുകയാണ്. എത്ര നാണക്കേടെന്ന് ആലോചിച്ച് നോക്കൂ. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ, മധുരയിൽ, അമേഠിയിൽ തുടങ്ങിയ സ്ഥലങ്ങളിലും സമാനമായ നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ഈ പുതിയ സുരക്ഷാ നയം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പരിശോധിക്കുമെന്നും എന്നാൽ തൽക്കാലം ഇത് കർശനമായിട്ട് തുടരും എന്നും ജ്വല്ലറി അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം നിങ്ങൾ ഉത്തരാഖണ്ഡിൽ പോയാൽ, ഹിമാചൽ പ്രദേശിൽ പോയി കഴിഞ്ഞാൽ അവിടേക്കും ഇത് നിയമം, സ്റ്റേറ്റ് നിയമം അല്ലാതെ തന്നെ നിയമമാണ്. അവിടെ എഴുതി വയ്ക്കപ്പെടാത്ത നിയമമാണ് അവിടെ. അതുപോലെ തന്നെ നിസ്കാരങ്ങൾ പള്ളിയുടെ പുറത്ത് റോട്ടിൽ വന്നിരുന്നട്ടെ, അയ്യം പറഞ്ഞ കാര്യങ്ങളാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു വസ്ത്രധാരണം വാസ്തവത്തിൽ വെറുപ്പിൻ്റെയും അറപ്പിൻ്റെയും ചിഹ്നങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. ഇതൊക്കെ ഒരു തരം കാട്ടായങ്ങളാണ്, എക്സിബിഷനിസം. ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല, ഞങ്ങൾ സംതിങ് സ്പെഷ്യലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താണ് മറച്ചു വയ്ക്കുന്നത്? മറച്ചു വയ്ക്കേണ്ടത് സ്ത്രീ ആണെങ്കിൽ മാറിയിടം മറയ്ക്കണം, അരയ്ക്കുന്ന താഴെ മറയ്ക്കണം. അത് നമ്മുടെ സമൂഹത്തിൻ്റെ എഴുതി വയ്ക്കപ്പെടാത്ത നിയമമാണ്. അല്ലാതെ ഇങ്ങനെ പ്രേതരൂപികളായിട്ട് നടക്കണം എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എവിടെയും എഴുതി വെച്ചിട്ടില്ല, ഒരു പ്രമാണത്തിലും എഴുതി വെച്ചിട്ടില്ല എന്നാണ് സത്യം. പക്ഷേ അതേ സമയത്ത് നമ്മളിപ്പോൾ ഞാനൊക്കെ താമസിച്ചിരുന്ന സ്ഥലത്ത്, ഹിമാചൽ പ്രദേശിൽ, ഹിമാലയം ഏരിയയിൽ പോകുമ്പോൾ അവിടെയുള്ള മാസ്ക് ഇതുണ്ടല്ലോ, മറ്റേ മങ്കി ക്യാപ്പ് ധരിച്ച് ചെവിട്ടിൽ പഞ്ഞി തിരികി തല്ല് കെട്ടും കെട്ടി, അങ്ങനെയാണ് ഈ രൂപം വന്നത്. അങ്ങനെയാണ് ഇങ്ങനൊരു ഡ്രസ് കോഡ് വന്നത്. തണുപ്പാണ് അവിടെ, -2, -3 വരെ താഴ്ന്ന തണുപ്പാണ്. ആ കാലാവസ്ഥയിൽ പലരും ചെയ്യുന്നർത്ഥം. പക്ഷേ ഈ വേഷവും കെട്ടി ഞാൻ റോട്ടിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അത് ഏതാ ഈ സാധനം, ഏതായാലും വീണ്ടും മുമ്പിൽ വന്നാൽ അപ്പോൾ ഇവിടെ ധർമ്മമൊന്നുമില്ല എന്ന് പറഞ്ഞു കളയും അവർ. ഇവിടെ പുറത്ത് പോകുമ്പോൾ സാധാരണ പോലെ ബർമുട ധരിച്ചോ അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും ധരിച്ചോട്ടോ നമ്മൾ പുറത്തേക്ക് പോവുക സാധാരണ. അല്ല, ഇതുപോലെയൊന്നുമല്ല നമ്മൾ പുറത്തേക്ക് പോവുക. ഇത് നമ്മുടെ സന്യാസ ആ വസ്ത്രത്തിൻ്റെ ഒരു അവിടെ ഉത്തരേന്ത്യയിൽ അതങ്ങനെ ഒരു ശീലമായി. എന്നെ അറിയുന്ന ആൾക്കാരും എന്നെ വേറെ രൂപത്തിൽ കണ്ട് ഇത് ആരാന്ന് ചോദിക്കും. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു മാത്രം. എന്തായാലും സ്വയം ഏറ്റെടുക്കുകയാണ് അറപ്പ്, വെറുപ്പ്. ലോകത്തിൽ നിന്ന് അവർ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. എങ്ങനെ? സ്വയം. ഇന്ത്യയിലും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇത്രയിടം വരെ ഇല്ലാത്ത രീതിയിൽ അവർ ടൺ കണക്കിന് വെറുപ്പും അറപ്പുമാണ് ഇപ്പം ഇന്ന് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ. അതിന് കാരണക്കാർ ലീഗിൻ്റെ ആൾക്കാരും സമസ്തയുടെ ആൾക്കാർക്കാണ് അതിന് കാരണക്കാരെങ്കിൽ പോലും നമുക്ക് ആൾക്കാരെ കാണുമ്പോൾ അല്ല, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് കേട്ടോ, പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ഏതാണ് പേര്, ഏതാണ് പാർട്ടി എന്ന് അറിയണം ചോദിക്കാൻ പറ്റില്ലല്ലോ.
ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഹിന്ദുക്കൾ വാസ്തവത്തിൽ ഇപ്പോൾ എല്ലാത്തിനും ഒഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമാണോ, അങ്ങോട്ട് ഒഴിച്ചു മാറ്റി. നിരപരാധികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളും അതിൽ പെട്ടുപോകും. എന്ത് ചെയ്യാൻ പറ്റും? നമസ്കാരം.